السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. ലോക മുസ്ലിമീങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു മാസത്തിലാണ്, വളരെയധികം സന്തോഷിക്കുന്നൊരു അവസരത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കാരണം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ ഒരിക്കൽ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതകാലത്ത് ഒരുപാട് റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തിട്ടുണ്ട്. ഇനിയും അള്ളാഹു ധാരാളം റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇന്നൽ ഈമാന ലയഹ്രിസു ഇലൽ മദീന, ഈമാനുള്ളവൻ്റെ കൽബ്, ഈമാനുള്ളവൻ, അവൻ്റെ ഈമാൻ പൂർണ്ണമായൊരു ഈമാനുള്ളവൻ, അവൻ്റെ കൽബ് എന്നും മദീന കൊള്ളെ ആശിച്ചുകൊണ്ടേയിരിക്കും. മദീന കാണാൻ എന്നതില്ലാത്തൊരാഗ്രഹമായിരിക്കും. മദീന കാണുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം, മദീന എന്ന നാട്ടിലാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മദീനയിലേക്കൊന്നെത്തണം, മദീനയൊന്ന് കാണണം. ആ പച്ചക്കുബ്ബയുള്ള മനോഹരമായ പരിശുദ്ധ ഹുജ്റത്തു ഷരീഫ്, റൗള ഷരീഫ്, അതൊന്ന് കാണണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെയെല്ലാം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നുവോ ആ നിലക്ക് സ്നേഹം പ്രകടിപ്പിക്കണം. കാരണം ഖൽബിൻ്റെ ഉള്ളിൽ എന്നും മദീന മാത്രമാണ്, എന്നും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. പാമ്പ് മാളത്തിലേക്ക് ചൊല്ലാൻ വേണ്ടി, മാളത്തിലേക്ക് എത്താൻ വേണ്ടി വെപ്രാളം കൊള്ളുന്നത് പോലെ ഈമാനുള്ളവൻ്റെ ഖൽബ് മദീന കൊള്ളെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ഖൽബ് എപ്പോഴും മദീന കൊള്ളെ അടുത്തുകൊണ്ടേയിരിക്കണം, മദീനയിലേക്ക് ആശിച്ചുകൊണ്ടേയിരിക്കണം, മദീനയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കണം. ഇരിക്കട്ടെ, പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ അത് നമ്മുടെ നേതാവിൻ്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന മാസമാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നമ്മുടെ ഖൽബിലുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ആ നിലക്കുള്ള സന്തോഷം അള്ളാഹു നമ്മുടെ ഖൽബിലേക്ക്, ഈമാനുള്ളവൻ്റെ ഖൽബിലേക്ക് ഇട്ടു തരികയാണ്. അതിനാലും അസൂയ വെച്ചിട്ട് കാര്യമില്ല. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ഒരു കൂട്ടരിങ്ങനെ അട്ടഹസിക്കുകയാണ്. ആ അട്ടഹസിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തരം താഴ്ത്താനും അവിടുത്തെ പരിശുദ്ധമായ മദ്ഹ് പറയുന്ന സദസ്സുകളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ, അവിടുത്തെ മൗലിദ് ഓതുമ്പോൾ അത് കേൾക്കാൻ ചില കൂട്ടർക്ക് കഴിയുന്നില്ല. പക്ഷേ ആ ഒരു കൂട്ടർ ഇങ്ങനെ ഓരോ വർഷം തോറും കൂവിക്കൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ ഇവിടെ യാതൊരു ഫലവും കാണുന്നില്ല. തങ്ങളുടെ മദ്ഹുകൾ അല്ലാഹു തആല പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്താൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചതാണ്. അത് ഒരാൾക്കും ഇവിടെ തകർക്കാനോ അതിനെ തടയിടാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ സാധിക്കുകയില്ല. ഏത് മുജാഹിദ് എന്ത് പറഞ്ഞാലും, ഏത് സലഫി ആശയക്കാർ ഇവിടെ എന്ത് കൂവിയാലും, എത്ര ഒച്ചപ്പാടുണ്ടാക്കിയാലും, എന്ത് എഴുതി വിട്ടാലും, എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, നാം ചിന്തിക്കേണ്ടത് അല്ലാഹു തആലയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അവിടുത്തെ മദ്ഹുകൾ അത് കാലാകാലം അഥവാ ഖിയാമത്ത് നാൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനിവിടെ യാതൊരു കുറവും വരില്ല. അതുകൊണ്ട് ഈമാനുള്ള നാം വളരെ നമ്മുടെ ഈമാൻ ഊരിപ്പോകുന്നതിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക.
പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ അതിനെ സ്വീകരിക്കുക, മൗലിദ് ഓതുക, സ്വലാത്ത് ചൊല്ലുക, ഇങ്ങനെയുള്ള നമ്മെ കൊണ്ട് കഴിയുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇവിടെ ആരെങ്കിലും താടിയും വളർത്തി ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സുന്നത്താകുന്ന തലമറക്കുക പോലും ചെയ്യാത്ത ചില ആളുകൾ വന്ന് ഞാൻ പറയുന്നതാണ് ദീന്, ഞാൻ പറയുന്നതാണ് ഇസ്ലാം, നബിദിനത്തിനിവിടെ തെളിവില്ല, വിശ്വാസമാത്രങ്ങൾ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ ആഘോഷിച്ചായി തെളിയിക്കാൻ കഴിയില്ല, ഇങ്ങനെ പലതും ആനത്തലയുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ആടിപ്പോകരുത്, നമ്മുടെ ഈമാൻ തെറിച്ചു പോകരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ചിന്തിക്കണം. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആഘോഷിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാമല്ലോ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ. സുബ്ഹാനല്ലാഹ്. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലത്ത് തന്നെ സ്വഹാബികൾ തങ്ങളുടെ മൗലിദ് ഓതി, മദ്ഹുകൾ പാടി, മദ്ഹുകൾ ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ. പക്ഷെ അതിനൊക്കെ മൂടി വെച്ച് ഇവിടെ സ്വഹാബികളൊന്നും ചെയ്തിട്ടില്ല, വിശ്വാസത്തിന്റെ മാത്രങ്ങൾ ചെയ്തിട്ടില്ല, ഇങ്ങനെ പലതും പറഞ്ഞ് സാധാരണക്കാരെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ ഊരിപ്പോകരുത്. അല്ലാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ. കഴിവിൻ്റെ പരമാവധി അൽ മർഉ മഅ മൻ അഹബ്ബ, നാം ആരെ സ്നേഹിച്ചുവോ അവൻ്റെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് സംഗമിക്കാൻ കഴിയുക. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ നല്ല സ്നേഹം, നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മൗലിദ് നമുക്ക് ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നബിദിനവുമായി ബന്ധപ്പെട്ട് മൗലിദുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അവസരം പോലെ നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.